രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായം. ഏദോമിനെതിരെ യുദ്ധം. കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു. ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്തു നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരു ആലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ചു നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമ്മോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങു ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്കു നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനും ആയ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സഗറിയായുടെയും സഗറിയ ബനായായുടെയും ബനായ ജയിയേലിൻ്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയിലൂടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തുനിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റുനിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ. നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്നു പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു.
അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മൊവാബ്യരും ഒരുമിച്ച് സെയിർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശ്ശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ആരും രക്ഷപ്പെട്ടിരുന്നില്ല. യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു അത്. 4-ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചു കൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്ന് പേർ ലഭിച്ചത്. ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറൂസലേം നിവാസികൾ യഹോഷാഫാത്തിൻ്റെ നേതൃത്വത്തിൽ ജെറൂസലേമിലേക്ക് മടങ്ങി. വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറൂസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ എത്തി. ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്നു കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. യഹോഷാഫാത്തിൻ്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവൻ്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറൂസലേമിൽ ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബായായിരുന്നു അവൻ്റെ അമ്മ. അവൻ തൻ്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിൻ്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യവസാനം ഹനാനിയുടെ മകനായ യേഹുവിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അഹസിയ ദുഷ്കർമ്മിയായിരുന്നു. താർഷിഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിൻ്റെ പുത്രൻ എലിയേസർ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു: അഹസിയായുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർഷീഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ വചനം.